വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശ്രീരാമ ഭഗവാനെ അധിക്ഷേപിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാമൻ മിത്ത് മാത്രമാണ് എന്നാണ് രാഹുലിന്റെ പരാമർശം. യുഎസിൽ നടന്ന പരിപാടിയിലാണ് ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തും വിധത്തിലുള്ള പരാമർശം. കോൺഗ്രസിന്റെ ഹിന്ദുവിരുദ്ധ മനോഭാവമാണ് പുറത്തു വന്നതെന്ന് ബിജെപി തുറന്നടിച്ചു. Mythological figures, Lord Ram was of that type, right? Where he was forgiving, he was compassionate. വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇത് ആദ്യമായല്ല സനാതനധർമ്മത്തെയും ഹിന്ദു ദൈവങ്ങളെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ പ്രസ്താവനകൾ പുറത്തു വരുന്നത്, പ്രത്യേകിച്ചും വിദേശത്ത് പോകുമ്പോൾ. ഇപ്പോഴും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ശ്രീരാമ ഭഗവാൻ മിത്താണെന്ന് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാവ്. അമേരിക്കയിൽ ബ്രൗൺ സർവകലാശാലയിൽ നടന്ന പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ ഹൈന്ദവ ആരാധനാ കേന്ദ്രത്തെ കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാനെ അപമാനിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടുമുള്ള പ്രസ്താവന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ശ്രീരാമചന്ദ്ര ഭഗവാൻ വെറും മിത്താണ്, അതായത് വെറും പുരാണ കഥാപാത്രം മാത്രമാണ് എന്നൊരു പ്രസ്താവനയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ശ്രീരാമന്റെ അവതാരവും ജീവിതവും സംബന്ധിച്ച ചരിത്ര വസ്തുതകൾ നിലനിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോഴാണ് അക്കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ വെറും മിത്താണ് എന്ന പ്രതികരണവും പ്രസ്താവനയും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെയും ഇത്തരത്തിൽ സനാതന ധർമ്മത്തിനെതിരെയും രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിനെതിരെയുമെല്ലാം തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകൾ രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇതിപ്പോഴും കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഹൈന്ദവ ആരാധനാ കേന്ദ്രം ശ്രീരാമചന്ദ്ര ഭഗവാനെയാണ് അവഹേളിച്ചുകൊണ്ടുള്ള പ്രസ്താവന രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഹൈന്ദവ സംഘടനകളും ബിജെപിയും എല്ലാം രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാരം സംബന്ധിച്ച ചരിത്ര വസ്തുതകൾ വിസ്മരിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ പ്രസ്താവന പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന വിമർശനമാണ് ബിജെപി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ വിദേശ വേദികളിൽ രാജ്യദ്രോഹ പ്രസ്താവനകളായിരുന്നു രാഹുൽ നടത്തിയതെങ്കിൽ ഇന്നത് രാമദ്രോഹ പ്രസ്താവനകളായി മാറി എന്നുള്ളതാണ് ബിജെപിയുടെ വക്താവ് ഷഹസാദ് പൂനാവല്ല കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ശ്രീരാമൻ സാങ്കല്പികമാണെന്ന് പറഞ്ഞ രാഹുലിനോട് ഈ രാജ്യം തന്നെ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന കാര്യവും കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധ മനോഭാവമാണ് ഏതൊരു സംഭവം എടുത്ത് പരിശോധിക്കുമ്പോഴും സനാതന ധർമ്മത്തെയും രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും എല്ലാം എപ്പോഴും എതിർക്കാനും അതിനെ മറികടന്നുകൊണ്ട് മുൻപോട്ട് പോകാനുമാണ് കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത്. മുൻപ് അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം പോലും കോൺഗ്രസ് നിരസിച്ചിരുന്നു. അയോധ്യയിൽ പുതിയ രാമക്ഷേത്രം ഉയരുന്നതിനെയും പല രീതിയിലുള്ള വിമർശനങ്ങളും കളിയാക്കലുകളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് പിറകെയാണ് ഇപ്പോൾ അമേരിക്കയിൽ ബ്രൗൺ സർവകലാശാലയിൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ ശ്രീരാമചന്ദ്ര ഭഗവാൻ വെറും പുരാണ കഥാപാത്രം മാത്രമാണ് എന്നൊരു പ്രസ്താവന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. രാഹുൽ മാപ്പ് പറയണം എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം അമേരിക്കയിലും ഒപ്പം ബ്രിട്ടനിലുമെല്ലാം വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഭാരതത്തിന്റെ ജനാധിപത്യം പൂർണ്ണമായും തകർന്നു, ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയമാണ്, സാമ്പത്തികമായി തകർന്നടിയുന്നു തുടങ്ങി രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തെ അപമാനിക്കുന്ന നിരവധി പ്രസ്താവനകൾ രാഹുൽ നടത്തിയിട്ടുണ്ട്. അതിന് പിറകെയാണ് ശ്രീരാമചന്ദ്ര ഭഗവാനെ അവഹേളിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും പരാമർശവും രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നീലിമ. ജിഷ്ണു, ഇപ്പോൾ ഉയരുന്ന വിമർശനം എന്തെന്ന് വെച്ചാൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും നിരാകരിക്കൽ രാഹുലിന്റെ ഹോബിയാണ് വിദേശത്തെത്തുമ്പോൾ. ഇപ്പോൾ നോക്കൂ, സനാതനധർമ്മത്തെയും ഹിന്ദു ജനവിഭാഗത്തെയും ഒക്കെ അടച്ചാക്ഷേപിക്കുന്ന, അവരുടെ വിശ്വാസത്തെ തന്നെ അങ്ങേയറ്റം മുറിവേൽപ്പിക്കുന്ന ഒരു പ്രസ്താവന രാഹുലിൽ നിന്നുണ്ടാകുകയാണ്. രാഹുൽ കോൺഗ്രസിന്റെ നേതാവ് എന്നത് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം രാഹുലിനെതിരെ ഉയരുകയാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളല്ലേ ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും രാഹുലിന്റെ പ്രതികരണത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും പ്രതിഷേധവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്നുള്ളത്
ശ്രീരാമ ഭഗവാനെ അധിക്ഷേപിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുൻപാകെ പങ്കുവെക്കുന്നത്. രാമൻ മിത്ത് മാത്രമാണ് എന്നാണ് രാഹുലിന്റെ പരാമർശം. യുഎസിൽ നടന്ന പരിപാടിയിലാണ് ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തും വിധത്തിലുള്ള പരാമർശമുണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഹിന്ദുവിരുദ്ധ മനോഭാവമാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിലൂടെ പുറത്തു വന്നതെന്ന് BJP തുറന്നടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ സംഭവത്തിൽ വിവാദം തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.